ഉത്തരാഖണ്ഡ് അസംബ്ലി ഏക സിവിൽ കോഡ് നിയമം പാസാക്കിയിരിക്കുകയാണ്. ലിവിംഗ് റിലേഷനുകൾ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ശിക്ഷ വിധിക്കുന്ന കോഡ് രജിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർക്ക് അപരിമിതമായ അധികാരങ്ങളും നൽകുന്നുണ്ട്. ഹിന്ദു മാരേജ് ആക്ടിലെ ഒട്ടുമിക്ക വകുപ്പുകളും UCCയിൽ ഇടം പിടിക്കുമ്പോൾ ഗോത്ര വിഭാഗത്തെ UCCയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി ഒരു ഇന്ത്യൻ സംസ്ഥാനം പാസാക്കുന്ന ഏക സിവിൽ കോഡ് രാജ്യം മുഴുവൻ സ്വീകാര്യമാകുന്ന ഒന്നാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി മുസ്ലിം ലീഗ് നേതാവ് അബ്ദുറഹ്മാൻ രണ്ടത്താണി, BJP വക്താവ് P. കൃഷ്ണദാസ്, അഭിഭാഷകൻ ദീപക് പ്രകാശ്, ഇടതു നിരീക്ഷകൻ ലാൽകുമാർ എന്നിവർ. ആദ്യം കൃഷ്ണദാസിലേക്ക്. കൃഷ്ണദാസ്, ഈ രാജ്യം മുഴുവൻ UCC നടപ്പാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡ് വളരെ പെട്ടെന്ന് അതിലേക്ക് ഇറങ്ങിയത് എന്തുകൊണ്ടാണ് അതിനു മുമ്പ് തന്നെ അവർ തുടക്കം കുറിക്കാൻ കാരണം? ഹലോ. കേൾക്കാം കൃഷ്ണദാസ്, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം. നമ്മുടെ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്നുള്ള അജണ്ട BJP എത്രയോ കാലമായി ഉയർത്തിയിട്ടുള്ളതാണ്. അതിൻ്റെ എനിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ട്. നിങ്ങളുടെ അവിടെ നിന്നുള്ള ഡിസ്റ്റർബൻസ് ആണ്. ഉടൻ ശരിയാക്കും. സ്റ്റുഡിയോയിൽ ഡിസ്റ്റർബൻസ് ഉണ്ട്. കേൾക്കാമോ? കേൾക്കാം, എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. അതായത് നമ്മുടെ രാജ്യത്ത് പൊതുവായൊരു സിവിൽ കോഡ് ഉണ്ടാകണം എന്നുള്ള ആവശ്യം BJP ഉയർത്തിയിട്ട് എത്രയോ കാലങ്ങളായി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തെ നിയമങ്ങളിൽ എന്തെങ്കിലും അപര്യാപ്തത ഉള്ളതുകൊണ്ടോ എന്തെങ്കിലും തർക്കങ്ങളോ കുഴപ്പങ്ങളോ ഉള്ളതുകൊണ്ടല്ല. പക്ഷെ അതേസമയം നമ്മുടെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കാണുന്ന തരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാനും അവരുടെ അവകാശങ്ങൾ ഉപയോഗിക്കാനും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള മതരീതികൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ, അവരുടെ നിലപാടുകൾ അതെല്ലാം ഒരേ രീതിയിൽ തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ജനവിഭാഗം എന്നുള്ള നിലക്കാണ് നമ്മുടെ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡിനെ കാണുന്നത്. ക്രിമിനൽ കോഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ സവിശേഷതകൾ കൊണ്ടും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ കൊണ്ടും ജാതി മത വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ കൊണ്ടുമൊക്കെ അത് കുറേ കാലം നീണ്ടുപോയി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതേസമയം നമ്മുടെ രാജ്യത്ത് മുഴുവൻ ജനങ്ങളും ഒരേ തരത്തിൽ ജീവിക്കുന്ന, ഒരേ തരത്തിൽ അവർക്ക് അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് പൊതുവായി ഉണ്ടാകണം എന്നുള്ള ആവശ്യം ഉയർന്നു തുടങ്ങിയിട്ട് ഏറെക്കാലങ്ങളായി. അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്ന ഒരു നിലപാട് BJP വളരെ കാലമായി സ്വീകരിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ നിലപാടാണ്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ 75 വർഷക്കാലം സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിക്കഴിഞ്ഞ കാലഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോഴും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള തട്ടിൽ നിർത്തിക്കൊണ്ട് അവരുടെ അവകാശങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള തട്ടിൽ നിർത്തിക്കൊണ്ട് ഒരു നടപടിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത് ഉറക്കെ ചിന്തിക്കേണ്ട, ഗൗരവതരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ റിസർവേഷൻ സംവിധാനങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേകമായിട്ടുള്ള കാരണം നമ്മുടെ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ മുഴുവൻ തന്നെ മുന്നോട്ട് കൊണ്ടുവരിക, സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള വിഭാഗങ്ങളെ മുഴുവൻ തന്നെ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ അവകാശങ്ങളും അധികാരങ്ങളും അതിൻ്റെ ഗുണഫലങ്ങളും അതിൻ്റെ ദോഷഫലങ്ങളും ഒക്കെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുകയോ അതിൻ്റെ ദോഷവശങ്ങൾ അനുഭവിക്കുകയോ ചെയ്യുന്ന സമൂഹങ്ങൾ നമ്മളുടെ രാജ്യത്ത് കുറേ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം ഒരു ക്രമീകരിച്ചുകൊണ്ട് ഏകീകരിച്ചുകൊണ്ട് എല്ലാവരുടെയും അവകാശങ്ങളെ ഒരു പൊതു സിവിൽ കോഡിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക, നമ്മുടെ സിവിൽ നിയമങ്ങൾ, നമ്മുടെ വ്യക്തി നിയമങ്ങൾ ഇതെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളിൽ നിന്നുകൊണ്ട് അതിൻ്റെ എല്ലാം മാനദണ്ഡങ്ങൾ വ്യത്യസ്തമായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സമൂഹത്തിന് പകരം കാലാനുസൃതമായി പുരോഗനാത്മകമായിട്ടുള്ള ചിന്താഗതിയോടുകൂടി നമ്മുടെ സമൂഹത്തെ ഒരു പൊതുധാരയിലേക്ക് കൊണ്ടുവരിക, അതൊരു കോമൺ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായും പൊതു സിവിൽ കോഡ് എന്നുള്ള ആശയം കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്നതും അതിന് ഏതാണ്ട് ഒരു പ്രായോഗിക തലത്തിൽ അതൊരു പ്രായോഗികമാകുന്ന തരത്തിലേക്ക് വരുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നടപ്പാക്കിയ. എൻ്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് കേന്ദ്രം ഒരു മദർ ലോ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ ഉത്തരാഖണ്ഡ് ചാടി ഇറങ്ങി പുറപ്പെട്ടതെന്നാണ്? എന്തുകൊണ്ട് ഉത്തരാഖണ്ഡ് ആദ്യം ചെയ്തു? അല്ല, നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള നിയമങ്ങൾ, അവരുടേതായിട്ടുള്ള സംവിധാനങ്ങൾ തീരുമാനിക്കാനും അവരുടേതായിട്ടുള്ള നിലപാടുകൾ പ്രഖ്യാപിക്കാനുമായിട്ടുള്ള അവകാശങ്ങൾ നേരത്തെയുമുണ്ട്.
ഇപ്പോൾ കേരളത്തിൻ്റെ നിയമസഭ എത്രയോ ഘട്ടങ്ങളിൽ കേന്ദ്രവിരുദ്ധമായിട്ടുള്ള പ്രമേയങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്, എത്രയോ ഘട്ടങ്ങളിൽ കേന്ദ്രവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കേന്ദ്ര നിയമത്തിനെതിരായി അവരുടെ ബില്ല് കൊണ്ടുവരാനും അതുപോലെ തന്നെ പ്രമേയങ്ങൾ കൊണ്ടുവരാനുമുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കേന്ദ്ര നിയമങ്ങൾക്കെതിരായി ബില്ല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിയമസഭകൾക്ക് അവരവരുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അവരവരുടേതായിട്ടുള്ള ആ സഭകളുടേതായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ആ സഭയ്ക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഒരു അഭിപ്രായം രൂപപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ രാജ്യം മുഴുവൻ കോമൺ ആയിട്ടൊരു UCC വരികയാണെങ്കിൽ സംസ്ഥാന അസംബ്ലികൾക്ക് അത് സ്വീകരിക്കാതിരിക്കാനുള്ള റൈറ്റ് കൂടി ഉണ്ടാവും. അല്ല, നമ്മുടെ രാജ്യത്തെ എല്ലാ നിയമങ്ങളും അങ്ങനെയാണല്ലോ. കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കുന്ന സമയത്ത് ഭൂരിപക്ഷ സമൂഹങ്ങൾ പാസ്സാക്കി അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടേണ്ട നമ്മളുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിനും ഭരണഘടനയ്ക്കും അനുസൃതമായി അംഗീകരിക്കപ്പെടേണ്ട സംസ്ഥാനങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും അതിൻ്റെ ചർച്ചകൾ നടക്കുകയും അത് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുന്ന നിലപാടുകൾ പലപ്പോഴും പല കാര്യങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ടല്ലോ, പല നിയമസഭകളും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ കാര്യത്തിലും ഉണ്ടാകുന്നതിൽ തെറ്റൊന്നും വേണമെങ്കിൽ കാണാൻ വേണ്ടി കഴിയില്ല. ശരി, ശ്രീ ദീപക് പ്രകാശ്, അങ്ങ് ആ കരട് ആ ബില്ല് വായിച്ചിട്ടുണ്ടാകും. ആ ബില്ല് ഇപ്പോൾ നിയമമായി കഴിഞ്ഞിരിക്കുന്നു. ആ ബില്ല് വായിക്കുമ്പോൾ അത് രാജ്യം മുഴുവൻ അതായിരിക്കുമോ നടപ്പാക്കുക? അതാണ് ഒരു UCC എങ്കിൽ അതാകുമോ നടപ്പാക്കുക? അത് എത്രമാത്രം ഇന്ത്യ പോലൊരു രാജ്യത്ത് UCC എന്ന അർത്ഥത്തിൽ തന്നെ സ്വീകാര്യമാകും? ഇത് വളരെ ദീർഘമായിട്ടുള്ള ഒരു ബില്ലാണ്. ഈ ബില്ല് മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു സ്റ്റേറ്റ് ഇതുപോലുള്ള ഒരു നിയമം പാസ്സാക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ 44 ആർട്ടിക്കിളിൽ യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ സ്റ്റേറ്റ് ഷാൽ എൻഡോവേഴ്സ് ടു സെക്യൂർ ഫോർ ദി സിറ്റിസൺസ് എ യൂണിഫോം സിവിൽ കോഡ് ത്രൂ ഔട്ട് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യക്ക് മൊത്തം ബാധകമാവുന്ന ഒരു സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് ഭരണഘടന അനുശാസിക്കുമ്പോൾ, നമ്മൾ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ 35-ലും ഇതുണ്ടായിരുന്നു, 44-ലാണ് പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു വ്യക്തമായിട്ട് നമ്മളുടെ ഭരണഘടന തന്നെ കരുതി വെച്ച ഒരു നിയമം ഉത്തരാഖണ്ഡ് പോലുള്ള ഒരു സ്റ്റേറ്റ് രാജ്യമാകമാനം നടപ്പാക്കുന്ന രീതിയിൽ പാസ്സാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇല്ല എന്നുള്ളതാണ്. കാരണം എങ്ങനെയാണ് ഈ നിയമം പാസ്സാക്കേണ്ടത് എന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും കോടതികളും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇതുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളുടെയും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് വ്യക്തമായ ചർച്ചയിലൂടെ വളണ്ടറി ആയിട്ട്, അതായത് എല്ലാവരും ഒരുമിച്ച് ഉത്തമ ബോധ്യത്തോടു കൂടി നടപ്പാക്കേണ്ട ഒരു നിയമമാണ്. കാരണം ആളുകളുടെ വ്യക്തിപരമായ തീരുമാനങ്ങളിലേക്കും അവരുടെ അവകാശങ്ങളിലേക്കും ഇത് കടന്നു കയറുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇതാര് നടപ്പാക്കുമ്പോഴും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകമാണ്. അതിവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായി ഇത് വരുന്ന രീതിയിൽ, കാരണം ഇപ്പോൾ നമ്മുടെ ട്രൈബൽ വിഭാഗത്തിന് അപ്ലിക്കബിൾ ആകുന്നില്ല, ഇത് ഈ ബില്ലിലും ഉത്തരാഖണ്ഡിലും ഇല്ല. അതുപോലെ ഒരു മതത്തിന് മാത്രം പലപ്പോഴും ചർച്ച വരുമ്പോൾ, ഇതുമായി പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെയെല്ലാം ഒഴിവാക്കുകയും ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബില്ലുണ്ടാക്കണം എന്നുള്ള ഒരു ധാരണ. ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത്, ഞാൻ രാഷ്ട്രീയം പറയാനല്ല, നിയമം മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ബില്ല് പാസ്സാക്കുമ്പോൾ ഏകദേശം 47ഓളം ഉത്തരാഖണ്ഡിലെ നിയമസഭകൾ ജയ് ശ്രീരാം വിളിയോടുകൂടിയാണ് പാസ്സാക്കിയെന്ന് പറയുന്നു. ഒരു നിയമം പാസ്സാക്കുമ്പോൾ നിയമമാണ് പാസ്സാക്കുന്നത്, ആ നിയമത്തിന് എല്ലാ വിഭാഗങ്ങൾക്കും പെട്ട ആളുകൾക്ക് അതിലുള്ള ഉത്തരവാദിത്വം ഉണ്ടാവണം, അവരെ കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ടതാവണം. അപ്പൊ എല്ലാവരും ഒരുമിച്ച് പാസ്സാക്കേണ്ടതാണ്. ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ചർച്ചകളോ ബാക്കിയുള്ള കാര്യങ്ങളോ നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ രാജ്യത്തിന് മൊത്തം മാതൃകയാക്കാവുന്ന ഒന്നല്ല. കാരണം ഇവിടെ നിയമ കമ്മീഷൻ, ലോ കമ്മീഷൻ എല്ലാം വളരെ കാലമായി ഇതിനൊരു കമ്മിറ്റിയെ വെച്ച് വളരെ വിശദമായി ഭാരതത്തിൽ മൊത്തം ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്രയും എഫക്റ്റ് ഉണ്ടാക്കുന്ന, ഇത്രയും ആളുകളെ മൊത്തം ബാധിക്കുന്ന ഒരു നിയമം ഉണ്ടാക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. ഈ നിയമം എന്തായാലും, കാരണം ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാട്ടാൻ, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു നിയമം, ഈ നിയമത്തിലെ പാർട്ട് 3 378 എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. അത്
സ്റ്റേറ്റ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ടു എ ലിവിംഗ് റിലേഷൻഷിപ്പാണ്. അതായത് ലിവിംഗ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ കൊടുക്കേണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 1 മാസം വരെ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചോളൂ, ഒന്നും കൊടുക്കണ്ട. 1 മാസത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അപ്പുറത്ത് പറയുന്നുണ്ട് പ്രോഹിബിറ്റഡ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾ ഇത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിൽ വ്യക്തമായ അവ്യക്തതയുണ്ട്. ഇത് പാസ്സാക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് ഞാൻ കാണുന്നില്ല. കാരണം ഈ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ ജസ്റ്റിസ് രഞ്ജന പ്രകാശ് നേതൃത്വത്തിൽ നമ്മൾ ഉത്തരാഖണ്ഡ് ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു വ്യക്തി കേസ് കൊടുത്തിരുന്നു. അപ്പോഴും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് നരസിംഹ സാറും പറഞ്ഞത് ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുന്നതിനോ ഇതിനെക്കുറിച്ച് പഠിക്കുന്നതിനോ നിയമം ഉണ്ടാക്കുന്നതിനോ നിയമപ്രകാരം ഒരു തെറ്റുമില്ല, ഒരു കാര്യങ്ങളുമില്ല. പക്ഷെ അതിന്റെ ഒരു ശരിക്കുള്ള നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയിൽ വളരെ വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് വേണം നടപ്പാക്കാൻ എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് ഈ നിയമത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇത് ചൂട് പിടിച്ചുകൊണ്ട്, കാരണം പലതും കണക്ട് ചെയ്ത് പറയാറുണ്ട്, ഇത് ചൂട് പിടിച്ചുകൊണ്ട് വ്യക്തമായ ചർച്ചയില്ലാതെയാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ മൊത്തമായി ബാധകമാക്കാവുന്ന നിയമമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ശരി ദീപക്, പക്ഷേ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം. അബ്ദുറഹ്മാൻ താണി, ഈ ഏക സിവിൽ കോഡ് എന്താണ് എന്നതിനെ കുറിച്ച് തന്നെ വ്യക്തതയുണ്ട്. എന്താണ് ഒരു ഏക സിവിൽ കോഡ്, അത് എന്ത് തരം സിവിൽ കോഡായിരിക്കും എന്നതിനെ കുറിച്ച് ആ വ്യക്തതയുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു മാതൃക മുമ്പിൽ വന്നിരിക്കുകയാണ്. ആ മാതൃക മുന്നിൽ വെച്ച് നോക്കുമ്പോൾ അതിലേറ്റവും വിവാദപരമായ ഒരു പരാമർശം ലിവിംഗ് റിലേഷൻഷിപ്പുകളെ കുറിച്ചാണ്. ലിവിംഗ് റിലേഷൻഷിപ്പുകളെ ഒരു വിവാഹ ബന്ധമായി തന്നെ അതിൽ ചിത്രീകരിക്കുന്നു. കാരണം ലിവിംഗ് റിലേഷൻഷിപ്പിന് അനൗദ്യോഗിക സ്വഭാവം, അതിൻ്റെ അനൗപചാരിക സ്വഭാവം, അതിനൊരു ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന സ്വഭാവം ഇല്ലാതാവുകയാണ്. കാരണം ലിവിംഗ് റിലേഷൻഷിപ്പിൽ ജനിക്കുന്ന കുട്ടികൾക്കും അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് കഴിഞ്ഞതിന് ശേഷം കോമ്പൻസേഷൻ വരെ ആവശ്യപ്പെടാവുന്ന തരത്തിലുള്ള വകുപ്പുകളാണ് ഇതിലുള്ളത്. 1. 2, ഈ പ്രൊഹിബിറ്റഡ് മാരേജസ് എന്ന ഖണ്ഡിക വായിച്ചു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതുതരം വിവാഹങ്ങളാണ് നിരോധിക്കപ്പെട്ടത്, നിഷിദ്ധമായത് എന്ന ആ പട്ടിക കാണുമ്പോഴാണ് ഇത് ഏത് സിവിൽ കോഡാണെന്ന് കൂടുതൽ വ്യക്തമാവുക, അത് ആരെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും വ്യക്തമാവുക. അപ്പോൾ ഉത്തരാഖണ്ഡ് പോലൊരു സംസ്ഥാനത്തെ ഡെമോഗ്രഫി, അതായത് ജനസംഖ്യ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഒരു തരം കൺസൾട്ടേഷനും ഇല്ലാതെ മുൻവിധികളോടെ തയ്യാറാക്കിയതാണ് എന്ന വിമർശനവും ഉയരുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ സ്റ്റേക്ക് ഇക്കാര്യത്തിൽ? ഒന്ന്, നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ സവിശേഷതകളെയാണ് ആദ്യം ഉൾക്കൊള്ളേണ്ടത്. ഇത്രയേറെ വൈവിധ്യവുമുള്ള ഒരു രാജ്യമില്ല. വ്യത്യസ്ത മതങ്ങളും ദേശക്കാരും ഗോത്രങ്ങളും രൂപസാദൃശ്യവും ഒക്കെ വ്യത്യസ്തമായ ഒരു രാജ്യം. ഈ രാജ്യത്ത് ഒരു പൊതു നിയമം എല്ലാവർക്കും ഉണ്ടാക്കുമ്പോൾ, ഒരു ഏക നിയമം ഉണ്ടാക്കുമ്പോൾ, ആ ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള ഒരുപാട് ആശങ്കകൾ ഇപ്പോഴുണ്ടായതല്ല. 1957 മുതലുണ്ട്, 1857 മുതലുണ്ട്, 1859 രാജ്യം പ്രത്യേക ഉത്തരവിറക്കിയിട്ടുണ്ട്, 1937 മുസ്ലിം വ്യക്തി നിയമത്തെക്കുറിച്ചുള്ള ചർച്ച നടന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് നമുക്കറിയാം, രാജ്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പികളും ഏറെ ചർച്ച നടത്തിയ ഒരു കാര്യമാണ്. പണ്ഡിറ്റ് നെഹ്റുവും ഡോക്ടർ അംബേദ്കറും ഒക്കെ ഈ വിഷയത്തിൽ ഏറെ താല്പര്യമെടുത്ത ആളുകളാണ്. അന്ന് നടന്ന ചർച്ചയും അന്നത്തെ ഡിബേറ്റുകളും വായിച്ചാൽ അറിയാം, അന്ന് കെ എം മുൻഷിയെ പോലെയുള്ള, ഇസ്മായിൽ സാഹിബിനെ പോലെയുള്ള ആളുകളൊക്കെ ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ, ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ ഒരുപാട് ഡിബേറ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അന്ന് ഈ ഡിബേറ്റുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവരെത്തിച്ചേർന്ന ഒരു നിഗമനമുണ്ട്. ആ നിഗമനം എന്നത്, ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ള ഏകദേശം 700ഓളം എത്തിക്സ് ഗ്രൂപ്പുകൾ ഇന്ത്യയിലുണ്ട്. വ്യത്യസ്തമായ ഗോത്രവർഗ്ഗക്കാരും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവർ, വീക്ഷണമുള്ളവർ, സംസ്കാരമുള്ളവർ, മതവിശ്വാസമുള്ളവർ, ഈ ജനവിഭാഗങ്ങൾക്കൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു നിയമത്തെ കൊണ്ടുവരണം. ആ നിയമം എങ്ങനെ കൊണ്ടുവരണം? അത് പലപ്പോഴും ക്രിമിനൽ ലോയിൽ വരെ ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടി വന്നു. നമുക്കറിയാം, നമ്മളൊരു കത്തിയുമായി സഞ്ചരിച്ചാൽ നമ്മെ പോലീസിന് കസ്റ്റഡിയിലെടുക്കാം. സിഖുകാരനൊരു വാളുമായി സഞ്ചരിച്ചാൽ കസ്റ്റഡിയിലെടുക്കാൻ കഴിയില്ല. കാരണം ഭരണഘടന ദി കൃപാൺ ഷാൽ ബി ഡീംഡ് ടു ബി ഇൻക്ലൂഡഡ് ഓൺ ദി പ്രൊഫഷൻ ഓഫ് സിഖ് റിലീജിയൻ എന്ന് എഴുതി ചേർത്തു. കാരണം സിഖുകാരൻ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കൃപാൺ എന്ന ആയുധം കൊണ്ടു നടക്കാം. അപ്പം ഇന്ത്യ ഓരോ മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒക്കെ വിശ്വാസത്തിന് വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് രാജ്യത്തിന്റെ ഭരണഘടന തയ്യാറാക്കിയത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കാതൽ ഇവിടെ ഒരു മുസ്ലിം ഒരു ഏക സിവിൽ കോഡിനെ കുറിച്ച് മാത്രമല്ല, ഓരോ വ്യക്തിക്കും അവന്റെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പ്രാമുഖ്യം കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. കാരണം രാജ്യത്ത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ, ഒരു മൗലികാവകാശം.
25-ാം മൗലികാവകാശം all persons are equally entitled to freedom of conscience and right to freely profess, practice and propagate religion എന്ന് പറയുന്നു. ഒരു വ്യക്തിക്ക് അവന്റെ വിശ്വാസം, അവന്റെ ആചാരം, അവന്റെ ആരാധനാക്രമങ്ങൾ അനുസരിച്ച് ജീവിക്കുക, അത് മറ്റുള്ളവരിലേക്ക് പ്രോപ്പഗേറ്റ് ചെയ്യാം. അതിന് അവർക്കുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അവന് മതപരമായ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് അവന്റെ ചില വിശ്വാസങ്ങളും അതുപോലെ തന്നെ മതപരമായ രീതികളും അവന്റെ സിവിൽ നിയമങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് ഏറെ കീറി മുറിച്ച് ചർച്ച നടത്തിയതാണ്. ഇവിടെ ലോ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. ലോ കമ്മീഷൻ തന്നെ നമുക്കറിയാം. ലോ കമ്മീഷൻ ഇതുപോലെ തന്നെ ഒരിക്കൽ ചർച്ച ചെയ്തതാണ് ഈ കാര്യം. 2018 പ്രഥമ ലോ കമ്മീഷന്റെ ചെയർമാൻ ചൗഹാൻ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം എന്താണ്? ഏക സിവിൽ കോഡ് ഇപ്പോൾ അനിവാര്യമോ അഭികാമ്യമോ അല്ല, ഇന്ത്യക്ക് അനിവാര്യമോ അഭികാമ്യമോ അല്ല എന്നാണ് ഫസ്റ്റ് ലോ കമ്മീഷന്റെ പ്രഥമമായ നിരീക്ഷണ രാജ്യത്ത് പുറത്തു വന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ഡോക്ടർ അംബേദ്കറും പറഞ്ഞത് ഇതേ കാര്യമാണ്. ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ വിശ്വാസങ്ങൾ ഹനിക്കാനോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതെങ്കിൽ അത് രാജ്യത്തിന് ഭീഷണിയാകും എന്ന് പറഞ്ഞാൽ ഇത് വളരെ കൃത്യതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയം ഉത്തരാഖണ്ഡ് നിയമസഭയിൽ വെച്ച് ഇപ്പൊ ചുട്ടെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതൊരു ഇലക്ഷൻ ഗിമ്മിക്കാണ്. ഒരു ഇലക്ഷൻ ഗിമ്മിക്കിന് BJP തുടക്കമിടുന്നു എന്ന് വേണം ഇതിനെക്കുറിച്ച് കരുതാൻ. നമ്മുടെ രാജ്യത്തിന്റെ ഈ വൈജാത്യങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുവേണം ഈ രാജ്യത്ത് ഇത്തരം ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ ആലോചിക്കേണ്ടത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെയുള്ള ഒരു ആലോചന ഇതിൽ ഉണ്ടായിട്ടില്ല. ഇത് ഒറ്റപ്പെട്ടൊരു വിഷയം മാത്രമല്ല. ഇതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എല്ലാവർക്കും ഇത് പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും അപ്ലിക്കബിൾ ആകുന്നില്ല. എല്ലാവർക്കും അപ്ലിക്കബിൾ ആകണമെങ്കിൽ ഒരു നിയമത്തിൽ ഇപ്പോൾ അവിടെ തന്നെ ചില ഗോത്രങ്ങളെ നിർത്തിക്കോ എന്ന് പറഞ്ഞു, ചില ഗോത്രങ്ങൾ മാറ്റി നിർത്തേണ്ടി വന്നു. അങ്ങനെ ഓരോരുത്തരെയും ഓരോ പ്രദേശത്തും മാറ്റി നിർത്തിയാൽ പിന്നെ എങ്ങനെയാണ് ഒരു ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിയുക? അങ്ങനെയൊന്നും അസാധ്യമാണെന്ന് ഇപ്പോൾ തന്നെ വ്യക്തമാണ്. എല്ലാവർക്കും അപ്ലിക്കബിൾ ആകാത്തൊരു നിയമം എങ്ങനെയാണ് ഒരു രാജ്യത്ത് നടപ്പാക്കാൻ സാധിക്കുക? അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാപരമായി മൗലികാവകാശങ്ങൾ പോലും ഹനിക്കുന്ന വിധമാണിത്. പിന്നെ രാജ്യത്തെ ജനങ്ങളുടെ ഒരു സുരക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറെ നേരം കിടന്നുറങ്ങുന്നതോ അതിന് മണിക്കൂർ നിശ്ചയിക്കുന്നതേ അല്ല. ഇതേ ഇന്ത്യയുടെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ സുപ്രധാനമായ ചില നിർദ്ദേശങ്ങളുണ്ട്. എന്തേ രാജ്യം അത് ചർച്ച ചെയ്യപ്പെടാത്തത്? ഒരിക്കലും നമുക്ക് ഔഷധം എന്ന രീതിയിലല്ലാതെ മദ്യം ഉപയോഗിക്കാൻ പാടില്ല, അത് നിർത്തണമെന്ന് പറയുന്നു. സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന ആശയം പറയുന്നു. ഇന്ത്യ രാജ്യത്ത് ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അത് ഔഷധമെന്ന നിലയിൽ മാത്രമേ ലഹരി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇന്ന് ഇന്ത്യ രാജ്യത്ത് അതാണോ നടക്കുന്നത്? ഏതെങ്കിലും രാജ്യത്ത് മൊത്തം ഇത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരാൾ ചിന്തിച്ചോ? അതുപോലെ തന്നെ ഇതുപോലെ തന്നെയാണ് പറയുന്ന മാർഗദർശക തത്വങ്ങളിൽ വളരെ പ്രധാന ഒന്നല്ലേ എല്ലാവർക്കും ജീവനോപാധി എന്നത്? അങ്ങനെ ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ജീവനോപാധി ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു നിയമനിർമ്മാണം ഈ രാജ്യത്തുണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഭരിക്കുന്ന ഭരണകൂടം തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വിഭാഗത്തെ അവഹേളിക്കണമെന്ന് കരുതി അവരുടെ അവകാശങ്ങൾ നിഷേധിക്കണമെന്ന് കരുതി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നിയമം ഒരിക്കലും ഈ രാജ്യത്തിന് ഗുണകരമാകില്ല. എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് ഒരു ഇലക്ഷൻ ഗിമ്മിക്ക് മാത്രമാണ്. വസ്തുതാപരമായ ഒരു പഠനത്തിന് ശേഷം മാത്രമേ ഇത്തരം ഒരു നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ശരി, അഡ്വക്കേറ്റ് ലാൽകുമാർ, ഈ UCC എന്ന് പറഞ്ഞാൽ യൂണിഫോമിറ്റി വേണം. അതിൽ ഗോത്രവിഭാഗങ്ങൾ ഒഴിവാക്കി നിർത്തുന്നത് തന്നെ ഗോത്രവിഭാഗങ്ങൾക്ക് ഭരണഘടന സവിശേഷമായ പ്രിവിലേജസ് ഇക്കാര്യത്തിൽ നൽകുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ നാഗാലാൻഡിലും അതുപോലെ ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ക്രിമിനൽ ലോ പോലും അവർക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കുറേ അധികം ആളുകളെ ഇപ്പോൾ ഗോത്രവർഗ്ഗക്കാർക്ക് ഭരണഘടനാപരമായ പ്രിവിലേജ് ഉണ്ട്. അതേസമയം മൈനോറിറ്റികൾക്ക് മതവിശ്വാസികൾക്ക് ഭരണഘടന നൽകുന്ന ഈ മതം ആചരിക്കാനും അത് പ്രൊഫസ് ചെയ്യാനുമുള്ള പ്രിവിലേജ് ഭരണഘടനയും നൽകുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കില്ലേ നിയമ കമ്മീഷനുകൾ ഇത് അപ്രായോഗികമാണ്, ഇപ്പോൾ ഇത് അനിവാര്യമല്ല എന്നൊക്കെ അഭിപ്രായപ്പെടാൻ കാരണം? അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞ ആർട്ടിക്കിൾ 44 ഒന്ന് വരണമെന്ന് എനിക്ക് തോന്നുന്നു. ആർട്ടിക്കിൾ 44 അഭിഭാഷകൻ വായിച്ചു കഴിഞ്ഞു. എന്നാലും ഞാൻ ഒന്നുകൂടെ വായിക്കാൻ തോന്നുന്നു. The state shall endeavor to secure the citizen a uniform civil code throughout the territory of India. ആ വാക്ക് throughout the territory of India. ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ടെറിട്ടറിയിൽ മൊത്തം ബാധകമായി വരുന്ന
ഒരു കാര്യത്തിനെ മാത്രമേ നമുക്ക് യൂണിഫോം എന്ന് വിളിക്കാൻ പറ്റൂ. അപ്പൊ എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം, ഉത്തരാഖണ്ഡിൽ പാസ്സാക്കിയ ഒരു സാധനം എങ്ങനെയാണ് അത് യൂണിഫോം ആകുന്നത്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോജിക്. ഇത് ആർട്ടിക്കിൾ 44 പറയുന്നതാണ്. ആർട്ടിക്കിൾ 44 എന്നോട് പറയുന്നത്, എന്റെ ഭരണഘടന എന്നോട് പറയുന്നത്, ബി ദ പീപ്പിൾ എനിക്ക് തന്ന ഈ ഭരണഘടന എന്നോട് പറയുന്നത് ത്രൂ ഔട്ട് ദ കൺട്രി, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ കൺട്രി അല്ല, ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ടെറിട്ടറിയിൽ ബാധകമാകുന്ന കാര്യത്തിന് മാത്രമേ യൂണിഫോം സിവിൽ കോഡ് എന്ന് വിളിക്കാൻ പറ്റൂ. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉത്തരാഖണ്ഡിൽ ഒരു ബില്ല് പാസാക്കി. ഉത്തരാഖണ്ഡിൽ ആര് പാസാക്കി, എന്തിനു പാസാക്കി, എന്തോത്തിന് പാസാക്കി? ഒന്നാമത്തെ കാര്യം, ഉത്തരാഖണ്ഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടില്ല ഈ ഒരു കാര്യം പാസാക്കാൻ. ടെറിട്ടറി ഓഫ് ഇന്ത്യയിൽ മൊത്തത്തിൽ ബാധകമാകുന്ന രീതിയിൽ ഒരു കാര്യം പാസാക്കണമെങ്കിൽ അത് പാർലമെന്റിനെ പറ്റൂ, വേറൊരു കാര്യത്തിന് പറ്റില്ല. കേരള നിയമസഭയ്ക്ക് നാഗാലാൻഡിലേക്ക് ഒരു നിയമം പാസാക്കാൻ പറ്റുമോ? ഇതിനെങ്ങനെ UCC എന്നുള്ള പേര് കൊടുത്ത് വിളിച്ച് UCC പാസാക്കി? Then itself we should understand the political agenda behind it. അതാണ് ഞാൻ പറഞ്ഞത്. അത് പൊളിറ്റിക്കൽ ആകുന്നത് അതുകൊണ്ടാണ്. നാളെ രാവിലെ വേറൊരിടത്ത് ഇവിടെ കേരളത്തിൽ ഒരു ബില്ല് പാസാക്കി, നമ്മുടെ UCC പാസാക്കി. അപ്പൊ UCC എന്തോ? അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഡെഫിനേഷണൽ ക്ലോസിന് ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ആർട്ടിക്കിളിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുമ്പം ആ ആർട്ടിക്കിൾ ടെറിട്ടറി ഓഫ് ഇന്ത്യക്ക് മൊത്തം ബാധകമായിട്ട് വന്നിരിക്കുന്ന ഒരു വിഷയത്തെ നിങ്ങൾ ഒരിടത്ത് പാസാക്കി, അവിടെ UCC പാസാക്കി. അതെന്താ UCC? അങ്ങനെ നമ്മൾ ശക്തമായി ചോദിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് അങ്ങനെ തന്നെ നമ്മൾ ചോദിക്കണം. അത് ചോദിക്കാൻ ഒരു പ്രശ്നമുണ്ടോ? അഡ്വക്കേറ്റ് ഇവിടെ അത് സൂചിപ്പിച്ചു. പക്ഷേ ഞാനത് പറയുമ്പോൾ എൻ്റെ അതിനകത്തൊരു പൊളിറ്റിക്കൽ ഫ്ലേവറോട് വരും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇപ്പൊ ഇവര് ട്രൈബൽ ഗ്രൂപ്പിനെ പുറത്താക്കിയല്ലോ. ട്രൈബൽ ഗ്രൂപ്പിനെ പുറത്താക്കി. അത് താങ്കൾ ചോദിച്ചൊരു ചോദ്യം. അത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഡിബേറ്റുകളിലൊന്നാണ്. അത് ട്രൈബൽ ഗ്രൂപ്പിനെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തണം എന്ന ഒരു ഐഡിയ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സോഷ്യോളജിയിൽ കൊണ്ടിരുന്നത് വെറിയർ എൽവിൻ എന്ന് പറയുന്ന ഒരു ചിന്തകനാണ്. വെറിയർ എൽവിൻ. ആ വെറിയർ എൽവിന്റെ ചിന്തകളോട് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരാളായിരുന്നു പണ്ഡിറ്റ് നെഹ്റു. പണ്ഡിറ്റ് നെഹ്റു അവരെ അസിമിലേറ്റ് ചെയ്യണം, എന്നാൽ അവരുടെ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അവരുടെ വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യണം. അപ്പൊ നെഹ്റു അതിന് കോയിൻ ചെയ്തത് നെഹ്റുവിന്റെ ട്രൈബൽ പഞ്ചശീൽ എന്നാണ്. പഞ്ചശീൽ എന്ന് പറയുന്നത് പഞ്ചശീല ഇന്റർനാഷണൽ അഫയേഴ്സിന്റെ തത്വമല്ല, ട്രൈബൽ പഞ്ചശീൽ എന്ന് പറഞ്ഞൊരു തത്വം തന്നെയുണ്ട് അതിനകത്ത്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ട്രൈബൽ അഫയേഴ്സിൽ അല്ലെങ്കിൽ ട്രൈബൽ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരെ അവരുടെ കൾച്ചറിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അത് പണ്ഡിറ്റ് നെഹ്റു എല്ലാ കാര്യത്തിനും, എല്ലാ വിഭാഗം ആൾക്കാരുടെ കാര്യത്തിലും വിചാരിച്ചിരുന്നൊരു കാര്യമാണ്. നോക്കൂ, യൂണിഫോം സിവിൽ കോഡ് ആസ് എ മാക്രോസ്കോപ്പിക് ഐഡിയ വി ഡോണ്ട് ഹാവ് എനി ഒബ്ജെക്ഷൻസ്. അതാണ് ആദ്യത്തെ പോയിന്റ്. പക്ഷെ കുഴപ്പം, ആര് കൊണ്ടിരുന്നു, എപ്പ കൊണ്ടിരുന്നു, എങ്ങനെ കൊണ്ടിരുന്നു, അതിനകത്തെ ഇൻഗ്രീഡിയൻസ് എന്ത് എന്നുള്ള ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. വളരെ പ്രധാനമാണ്. അതിന് പ്രധാനമല്ല എന്ന് പറയേണ്ട കാര്യമില്ല. നോക്കൂ, ഈ പറയുന്ന ഒരു ഡ്രാഫ്റ്റ് പോലും യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരെണ്ണം പോലും പുറത്തു വന്നിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ ഉത്തരാഖണ്ഡിൽ കൊണ്ടുവന്ന് യൂണിഫോം സിവിൽ കോഡ് ഇത് മൊത്തം രാജ്യത്ത് വരാൻ പോവാന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ആൾക്കാരെ യൂണിഫോം സിവിൽ കോഡ് എന്നുവെച്ചാൽ ആ യൂണിഫോം എന്നുള്ള വാക്കിന് പകരം ആ യൂണിഫോം ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അജിൻസ് ആലോചിച്ച് നോക്ക്, യൂണിഫോം എന്നുള്ള വാക്ക് അതിനകത്തുണ്ട്, പക്ഷേ പ്രോസസ് നടക്കുന്നത് ഡിവിഷനാണ്. ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൃത്യമായി പൊളിറ്റിക്കലി ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പറയുന്നതിൽ നമ്മൾ മടിക്കാൻ പാടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അപ്പൊ ഇവിടെ ഇപ്പം നിങ്ങൾ ട്രൈബൽ ഗ്രൂപ്പിനെ കുറിച്ച് ഞാനൊരു എക്സ്പ്ലനേഷൻ തന്നല്ലോ. ലെറ്റ് us ടേക്ക് എ ഡിഫറെന്റ് എക്സാമ്പിൾ. നിങ്ങൾ ഈ കാര്യം ലക്ഷദ്വീപിലേക്ക് വരുന്നതിരിക്കട്ടെ. ലക്ഷദ്വീപിലെ ഉള്ളവരെല്ലാം ട്രൈബൽ ഗ്രൂപ്പിലുള്ളവരാണല്ലോ, മൊത്തം മുസ്ലിംസ് ആണല്ലോ. അവർ ട്രൈബൽ സ്റ്റാറ്റസ് ഉണ്ട്. മുസ്ലിംസ് ആണെങ്കിലും അവർ ട്രൈബൽ സ്റ്റാറ്റസ് ഉണ്ട്. ഇവര് യൂണിഫോം സിവിൽ കോഡ് ഈ രാജ്യം മൊത്തം വരികയാണെങ്കിൽ ഇവർ അവരെ എക്സ്ക്ലൂഡ് ചെയ്യുമോ? ഐ ആം ടെല്ലിംഗ് യു വിത്ത് 100% കോൺഫിഡൻസ് that they will not be excluded. അതാണ് ഈ രാജ്യത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. I am telling you with 100% certainty they will not be excluded. ട്രൈബൽ സ്റ്റാറ്റസ് ഉണ്ട്. ഈ ട്രൈബൽ സ്റ്റാറ്റസ് ഈ പറയുന്ന ലക്ഷദ്വീപിലുള്ളവർക്ക് ഇല്ല എങ്കിൽ ഞാൻ എന്റെ പോയിന്റ് പിൻവലിക്കാൻ തയ്യാറാണ്. ഇത്രേ ഉള്ളൂ കാര്യം. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു പൊളിറ്റിക്കൽ അജണ്ട മുന്നോട്ട് വെക്കുന്നു. 2017 ലോ കമ്മീഷൻ റിപ്പോർട്ട് നമ്മൾക്ക് കൃത്യമായി പറയുന്നു, ഇന്ത്യ ഈസ് നോട്ട് റെഡി ഫോർ എ യൂണിഫോം സിവിൽ കോഡ്. ഇന്ത്യ ഈസ് നോട്ട് റെഡി ഫോർ എ യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളതാണ് ലോ കമ്മീഷൻ റിപ്പോർട്ടിന്റെ സബ്സ്റ്റാൻഷ്യൽ പോയിന്റ്. ഇങ്ങനെ റെഡിനെസ് ഇല്ലാത്ത ഒരു സമൂഹം, അല്ലെങ്കിൽ റെഡിനെസ്സും വില്ലിങ്നെസ്സും ഇല്ലാത്ത ഒരു സമൂഹം ഈ പറഞ്ഞ ചുരുങ്ങിയ കാലയളവ് കൊണ്ട്, എന്നുവെച്ചാൽ ഈ പറഞ്ഞ 5 വർഷമോ 6 വർഷം കൊണ്ടോ എന്ത് വ്യത്യാസമാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായത്?
കൂടുതൽ ഡിവൈഡ് ചെയ്യുന്ന പൊസിഷൻ മാത്രമേ നമ്മൾ എത്തിയിട്ടുള്ളൂ. നമ്മൾ നോക്കൂ, 2017 നിന്ന ഒരു പോളറൈസേഷനിൽ നിന്ന് എത്രയോ അപ്പുറത്ത്, എത്രയോ ടൈംസ് പോളറൈസ്ഡ് ആണ് നമ്മളിപ്പം. എത്രയോ ടൈംസ് മാർജിനലൈസ്ഡ് ആയ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ പൊളിറ്റിക്കൽ അജണ്ട മുന്നോട്ട് വെക്കുമ്പോൾ പൊളിറ്റിക്കലാണെന്ന് പറയുക, അതിനുള്ള ട്രിക്ക് നമ്മുടെ മുന്നിൽ വെക്കുന്നു. കപിൽ സിബൽ പണ്ട് പറഞ്ഞ പോലെ, നിങ്ങൾ ആദ്യം യു ബ്രിങ് ഔട്ട് എ ഡ്രാഫ്റ്റ് ബിഫോർ അസ്. ഉത്തരാഖണ്ഡ് വിടുന്നതല്ല ഡ്രാഫ്റ്റ്, ഈ പറയുന്ന മേളുള്ളവർ വിടട്ടെ. ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, ലാൽകുമാർ, നമ്മൾ ഈ ഉത്തരാഖണ്ഡ് ചർച്ച ചെയ്യാൻ തന്നെ കാരണം നമ്മുടെ മുമ്പിൽ മൂർത്തമായ ഒരു ഡ്രാഫ്റ്റ് ഇല്ല. അപ്പോൾ ഇതിലൊരു സാമ്പിളായിട്ട് ഇതിനെ എടുക്കുകയാണെങ്കിൽ, ഈ സാമ്പിളായിട്ട് എടുത്താൽ പോലും ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, പ്രോബ്ലംസ് ഉണ്ടല്ലോ. അതാണ് എന്റെ ചോദ്യത്തിന്റെ മർമ്മം. ആ സാമ്പിളായിട്ട് എടുപ്പിക്കുന്ന പ്രോസസ്സാണ് അൽജിംസ ഇവിടുത്തെ പൊളിറ്റിക്സ്. നമ്മളെ കൊണ്ട് സാമ്പിളായിട്ട് അവർ എടുപ്പിക്കുകയാണ്. ഇതായിരിക്കുമോ എന്നുള്ള ചർച്ച മതി അവർക്ക്. പിന്നെ അവർ പറയാം ഞങ്ങൾ വെച്ചിട്ടില്ലല്ലോ എന്ന് പറയാം. അതാ പറഞ്ഞു, ഇപ്പൊ ഉത്തരാഖണ്ഡ് പോലെ ഒരു വലിയ സീറ്റ് ഇതില്ലാത്ത ഒരു സംസ്ഥാനത്തെ കൊണ്ട് എടുപ്പിച്ച് വളരെ കൃത്യമായി കാർഡ് കളിപ്പിക്കുന്നു. എന്നാൽ പിന്നെ ഇവർക്കൊന്ന് യു പിയിൽ അവതരിപ്പിച്ചുകൂടായിരുന്നു ഈ സാധനം? അതിനെ യു പിയിൽ അവതരിപ്പിക്കാഞ്ഞേ? അല്ലെ മറ്റ് സംസ്ഥാനങ്ങളിൽ തന്നെ കൗബൽസിൽ തന്നെ അവതരിപ്പിക്കാഞ്ഞേ? അപ്പൊ കൃത്യമായി ഉത്തരാഖണ്ഡ് പോലൊരു ചെറിയ സംസ്ഥാനത്ത് അവതരിപ്പിച്ച് നമ്മുടെ മുന്നിലേക്ക് ഒരു പൊളിറ്റിക്കൽ കാർഡ്, എന്നിട്ട് ഇതാണോ ഇതിന്റെ യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന രൂപം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു എക്സ്ട്രപോളേഷൻ ആണോ ഇനിയും വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ആ ചോദ്യം നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്. അതിനകത്ത് ഇപ്പം അജിംസ് സൂചിപ്പിച്ചല്ലോ പ്രൊഹിബിറ്റഡ് ഡിഗ്രിയെ കുറിച്ച്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് ഹിന്ദു പ്രൊഹിബിറ്റഡ് ഡിഗ്രിയെ കുറിച്ചാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇഫ് ഐ എം റോങ് ഐ ക്യാൻ വിഡ്രോ ഇറ്റ്. അങ്ങനെ തന്നെയാണ്. രണ്ട് ഹിന്ദു മാരേജ് ആക്ടും ഈ UCC ബില്ലും വായിക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് തോന്നുക. അതെ, ഹിന്ദു പ്രൊഹിബിറ്റഡ് ഡിഗ്രിയാണ് നിങ്ങൾ കൊണ്ടിരുന്നതെങ്കിൽ എന്നാൽ പിന്നെ ഹിന്ദു കോഡ് എന്ന് പറഞ്ഞാൽ പോരെ. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞ് ഹിന്ദു കോഡ് കൊണ്ടാകുന്നല്ലോ. അപ്പൊ അതാ പറഞ്ഞു, ഇതിനൊരു വലിയ അജണ്ടയോടുകൂടി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു, യൂണിഫോം സിവിൽ കോഡ് ആസ് എ മാക്രോസ്കോപ്പിക് ഐഡിയ, വി ആർ നോട്ട് അഗെയിൻസ്റ്റ് ഇറ്റ്. വി ഷുഡ് നോട്ട് ഗോ അഗെയിൻസ്റ്റ് ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ബീൻ സെറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ക്ലിയർലി ടെല്ലിംഗ് us ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ്. എഗ്രീഡ്. ബട്ട് ഹൗ ഇറ്റ് ഷുഡ് ബി ഇംപ്ലിമെന്റഡ്? ഈ പറയുന്ന പണ്ഡിറ്റ് നെഹ്റു നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെ അംബേദ്കർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഈ രീതിയിൽ അടിച്ചേൽപ്പിക്കേണ്ടതെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ആദ്യം നമ്മൾ എടുക്കേണ്ടത്, ആദ്യം ഒരു സർക്കാർ ശ്രമിക്കേണ്ടത്, ആദ്യം ഓരോരുത്തരും ഓരോ പൗരനും ശ്രമിക്കേണ്ടത്, ദേ ഷുഡ് ടേക്ക് പീപ്പിൾ ഇൻ ടു കോൺഫിഡൻസ്. ഇത് ആൾക്കാർ ഇതിനകത്ത് അഫക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. സോ യു ഷുഡ് ടേക്ക് പീപ്പിൾ ഇൻ ടു കോൺഫിഡൻസ്. ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് പീപ്പിൾ ഇൻ ടു കോൺഫിഡൻസ്, എല്ലാം പോയി. അപ്പൊ പീപ്പിളിനെ കോൺഫിഡൻസ് എടുക്കാതെ യൂണിഫോം എന്നുള്ള വാക്കിനെ മൊത്തത്തിൽ ഈ പറയുന്ന നശിപ്പിച്ച് ഡിവൈഡ് ചെയ്ത് വോട്ട് പോളറൈസ് ചെയ്യാൻ. ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് എന്തിനാ? യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വിചാരിച്ച ഏതാണ്ട് നടക്കും, നമ്മളുടെ രീതിയിലാകും എന്നുള്ളതാണ് ഇവിടുത്തെ പറച്ചില്. അവിടെ തന്നെ ഡിവിഷനായി, അവിടെ തന്നെ യൂണിഫോം ഇല്ല. ഞാൻ പറഞ്ഞ ഈ ബില്ല് അവതരിപ്പിച്ചിരുന്നത് ലക്ഷദ്വീപിന്റെയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നെങ്കിൽ ഇവര് ഈ പറയുന്ന ട്രൈബൽ ഗ്രൂപ്പൊക്കെ ഈ പറയുന്ന ഇതിനകത്ത് വരുമായിരുന്നോ, അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് വരുമോ എന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ യു ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ് ഫർദർ. ശരി ശ്രീ പി കൃഷ്ണദാസ്, ശരി, ഞാൻ വരാം ലാൽകുമാർ. ശ്രീ പി കൃഷ്ണദാസ്, ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളതാണ് എൻ്റെ ചോദ്യം. കുറച്ച് പേരെ മാറ്റി നിർത്തിയാൽ പിന്നെ അതെങ്ങനെ യൂണിഫോം ആകും? മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്താണ് നിങ്ങളുടെ കോഡ്? ആ കോഡ് നിലനിൽക്കുന്ന ഏത് കോഡുമായി സാമ്യമുള്ളതാണ് എങ്കിൽ ആ സാമ്യത തന്നെ മറ്റു ചിലർക്ക് എതിരായിട്ട് വരും, അഡ്വേഴ്സറി ആയിട്ട് വരികയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്താണ് ഈ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ അബ്ദുൽ റഹ്മാൻ രണ്ടത്താണിയാണെങ്കിലും ശ്രീ ലാൽകുമാർ ആണെങ്കിലും നേരത്തെ എനിക്ക് മുമ്പിൽ സംസാരിച്ച ശ്രീ പ്രകാശ് ആണെങ്കിലും, ഞാൻ അവരുടെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് ഇതെന്തോ ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്നുള്ള തരത്തിൽ അതിനെ അവതരിപ്പിച്ച് ഇത് ഹിന്ദുക്കൾ എന്തോ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ എതിരായിട്ട് എന്തോ ഒരു നടപടി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അവരെല്ലാം സൂചിപ്പിച്ചതെന്നാണ് എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ആർട്ടിക്കിൾ 44 കുറിച്ച് പറയുകയും അതേസമയം തന്നെ ഉത്തരാഖണ്ഡ് കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോഴത്തെ ബില്ലിനെ കുറിച്ച് പറയുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണേണ്ടത് ഗോവയെക്കുറിച്ചാണ്. ഗോവയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് യൂണിഫോം സിവിൽ കോഡിൻ്റെ പ്രസക്തിയെ സംബന്ധിച്ചോ പ്രാധാന്യത്തെ സംബന്ധിച്ചോ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. ശ്രീ പ്രകാശിനെ ഞാൻ ഈ ചർച്ചയിൽ ഇപ്പോൾ കാണുന്നില്ല, എങ്കിൽ പോലും അദ്ദേഹം സൂചിപ്പിച്ച കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം സൂചിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാരേജിനെ സംബന്ധിച്ചാണ്.
ആ മാരേജിനെ സംബന്ധിച്ച് ലൈവ് ഇൻ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നേരത്തെ നിരവധി ഹൈക്കോടതികളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും എല്ലാം അങ്ങനെ ലൈവ് ഇൻ റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ കുട്ടികളെ സംബന്ധിച്ച്, അവരുടെ ഫാമിലി സ്റ്റാറ്റസിനെ സംബന്ധിച്ച്, അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് ഒട്ടനവധി വിധികൾ സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിരവധി ഹൈക്കോടതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായി ഇപ്പോൾ ഈ കൊണ്ടുവന്നിട്ടുള്ള ബില്ലിൽ ഷെഡ്യൂൾ 3 പറയുന്നതിനേക്കാളൊക്കെ എത്രയോ വിശാലമായ അർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ബില്ല്, ഉത്തരാഖണ്ഡിൽ കൊണ്ടുവന്നിട്ടുള്ള ബില്ല്, അതിനെ ഒരു തെറ്റായി കണ്ടുകൊണ്ട് നമ്മൾ അതിനെ വ്യാഖ്യാനം ചെയ്ത് ആർട്ടിക്കിൾ 14 അല്ല, ഈ ലിവിംഗ് റിലേഷൻ തന്നെ എടുക്കാം. ലിവിംഗ് റിലേഷൻഷിപ്പ് രജിസ്റ്റർ ചെയ്യണമെന്നും അത് പിരിഞ്ഞു കഴിഞ്ഞാൽ കോമ്പൻസേഷൻ അർഹതയുണ്ടെന്നും ഒക്കെ പറയുന്നതും വിവാഹവും ലിവിംഗ് റിലേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ല, അതാണ് അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്. നമ്മുടെ രാജ്യത്ത് എല്ലാ ആളുകൾക്കും വിവാഹം കഴിക്കണം എന്ന് നിർബന്ധമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളെ സംബന്ധിച്ച്, ഞാൻ ഏതെങ്കിലും ഒരു കസ്റ്റം അനുസരിച്ച്, ഏതെങ്കിലും ഒരു നിയമം അനുസരിച്ച് വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന ഒരാൾക്കും നമ്മുടെ രാജ്യത്ത് നിയമപരമായി ജീവിക്കാനുള്ള ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 19 എല്ലാ അവകാശങ്ങളുണ്ടല്ലോ എല്ലാ കാര്യത്തിലും. അപ്പം നാളെ ഒരാൾ പറയുകയാണ് എനിക്ക് എൻ്റെ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനുള്ള അവകാശവും നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച്, അവരുടെ കുട്ടികളെ സംബന്ധിച്ച് അവർക്കുള്ള അവകാശം എന്താണ് എന്നുള്ളത് സുപ്രീം കോടതി നിരവധി ഘട്ടങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. 2010 വിധികളിൽ പറഞ്ഞിട്ടുണ്ട്, 22 വിധികളിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയോ ഘട്ടങ്ങളിൽ സുപ്രീം കോടതി അത് പറഞ്ഞു വെച്ചിരിക്കുന്നു, ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, എത്രയോ ഘട്ടങ്ങളിൽ. ശ്രീ പ്രകാശ് അടക്കമുള്ള ആളുകൾക്ക് അത് അറിയാത്തത് രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് അപരിമയമായ അധികാരം കൊടുക്കുന്നു. ആ ഉദ്യോഗസ്ഥരെ പരിശോധിച്ചിട്ട് ശരിയാവില്ല എന്ന് തോന്നിയാൽ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല എന്ന് മാത്രമല്ല, നിരന്തരം അവരിൽ നിന്ന് തെളിവുകൾ ആവശ്യപ്പെടാനുള്ള അധികാരം കൊടുക്കുന്നു രജിസ്ട്രേഷന്. അതിനർത്ഥം എന്താണ്? മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലിവിംഗ് റിലേഷൻഷിപ്പിലേക്ക് ഈ കപ്പിൾ വന്നത് എന്താണ്, ബലം പ്രയോഗിച്ചോ ബ്രെയിൻ വാഷ് ചെയ്തോ അല്ലെങ്കിൽ തെറ്റായ ഐഡന്റിറ്റി മുന്നിൽ വെച്ചോ ഒന്നും അല്ല എന്നുകൂടി തെളിയിക്കണം. ഈ തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ് വരുന്നതെന്ന് സമകാലിക ഇന്ത്യയിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമല്ലോ. അല്ല, ഞാൻ അതിൻ്റെ നൂലാമാലകളിലേക്കോ അതിൻ്റെ രജിസ്റ്റർ ചെയ്യുന്ന ഓഫീസറുടെ അധികാര പരിധിയിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ് നമ്മൾ ഈ ബില്ലിൻ്റെ ഒരു പ്രസക്തി ആദ്യമേ തന്നെ നോക്കണമല്ലോ. ടു ഗവേൺ ആൻഡ് റെഗുലേറ്റ് ദ ലോസ് റിലേറ്റിംഗ് ടു മാരേജ്, ഡൈവോഴ്സ്, സസഷൻ, ലൈവ് ഇൻ റിലേഷൻഷിപ്പ് ആൻഡ് മാറ്റേഴ്സ് റിലേറ്റഡ് ദെയർ ടു എന്ന് മാത്രമേ ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒരു സമൂഹത്തെ സംബന്ധിച്ചോ ഏതെങ്കിലും ഒരു സമുദായത്തെ സംബന്ധിച്ചോ ഏതെങ്കിലും ഒരു മതത്തെ സംബന്ധിച്ചോ ഇല്ല. മറിച്ച് ആ സമൂഹങ്ങളിൽ നിന്നല്ല, ഏത് സമൂഹത്തിലാണെങ്കിലും അവരുടെ വിവാഹത്തെ സംബന്ധിച്ച്, ഡൈവോഴ്സിനെ സംബന്ധിച്ച്, അവരുടെ സ്വത്തവകാശത്തെ സംബന്ധിച്ച്, പരമ്പരാഗതമായിട്ടുള്ള സ്വത്തവകാശത്തെ സംബന്ധിച്ച് അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് പ്രധാനമായും ഈ നിയമത്തിൻ്റെ ക്രോഡീകരണത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളത്. ഇത് ഞാനതാ സൂചിപ്പിച്ചത്, ഗോവയിൽ ഈ സിസ്റ്റം നിലനിൽക്കുകയാണല്ലോ. ഗോവയിൽ പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയത് പിന്തുടർന്നതാണ് പി കൃഷ്ണദാസ്. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഗോവ ഉണ്ടാക്കിയതല്ല, ഗോവ ആരുമായി കൺസൾട്ട് ചെയ്ത് ഉണ്ടാക്കിയതല്ല. പോർച്ചുഗീസുകാർ ഒരു കൊളോണിയൽ ശക്തി അവരുണ്ടാക്കിയ പിന്തുടർന്നതാണ്. അല്ല, എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഗോവ ഇന്ത്യയിൽ ഒരു സംസ്ഥാനമല്ലേ? അല്ല, ഗോവയിലെ യൂണിഫോം സിവിൽ കോഡ് അല്ല അവരുടെ. ഗോവയുടെ സിവിൽ കോഡാണ്. ഗോവയിലെ സിവിൽ കോഡ് സെക്യുലർ ആണ്. ആ സെക്യുലർ സിവിൽ കോഡ് ഉണ്ടാക്കിയത് പോർച്ചുഗീസുകാരാണ്. അത്രേ ഉള്ളൂ. ഇവിടെയും സെക്യുലർ അല്ലാതെ ഇല്ല. ഇത് ഓറഞ്ച് ജ്യൂസും മറ്റേത് ആപ്പിൾ ജ്യൂസും അല്ല, രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേ സിസ്റ്റം തന്നെയാണ്. നിങ്ങൾ ഗോവയുടെ സിവിൽ കോഡ് എടുത്ത് വായിച്ചു നോക്കൂ. ഇതേ വാചകം തന്നെയാണ് അവരുടെ തുടക്കത്തിലുള്ളത്. ഇതേ സംഭവം തന്നെയാണ് അവരുടെ ബില്ലിന്റെ തുടക്കത്തിനകത്തുള്ളതും ഗോവയുടെ തുടക്കത്തിനകത്തുള്ളതും ഇതേ കാര്യം തന്നെയാണ്. മാരേജ്, ഡൈവോഴ്സ്, സസഷൻ എന്നുള്ളതിനെ സംബന്ധിച്ച് ലൈവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ സമൂഹത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് സൃഷ്ടിച്ചിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ, അത് സൃഷ്ടിച്ചിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങൾ, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി 2010 വിശദമായിട്ടുള്ള വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സെക്ഷൻ 125 CRPC വിശദമായി പരിശോധിച്ചതിന് ശേഷം അതിലുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരുടെ അവകാശം, അതിൽ സ്പൗസിനെ സംബന്ധിച്ച് അവരുടെ അവകാശം, ഇതെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഷെഡ്യൂളിൽ അത് പെടുത്തിയിരിക്കുന്നു. അതിലെന്താ തെറ്റുള്ളത്? പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി, അങ്ങനെയില്ലെന്നേ, അങ്ങനെയില്ല ഈ നിയമത്തെ സംബന്ധിച്ച്. നിങ്ങൾക്കത് പരിശോധിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ഒന്നാമത്തെ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്.
അതിന്റെ കാരണമുണ്ട് അജിംസെ. നമ്മൾ അതിന്റെ കാരണം പറയുമ്പോൾ അതുകൊണ്ടാണല്ലോ നേരത്തെ ലാൽകുമാർ വളരെ വ്യക്തമായ ഒരു കാര്യം സൂചിപ്പിച്ചത്. ലക്ഷദ്വീപിന്റെ ഉദാഹരണം എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്? ഈ ചർച്ചയിലിരിക്കുന്നവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഒന്നും മണ്ടന്മാരായതുകൊണ്ടല്ലോ ലാൽകുമാർ അത് പറഞ്ഞത്. ലക്ഷദ്വീപിൽ ട്രൈബൽ എന്ന് പറയുന്ന ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. ആ വിഭാഗം ഉള്ളത് കൊണ്ടാണ് ലക്ഷദ്വീപിൻ്റെ ഉദാഹരണം മാത്രം ലാൽകുമാർ പറഞ്ഞത്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അങ്ങനെ രാജ്യത്തൊട്ടാകെ ഒരു സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ, രാജ്യത്തൊട്ടാകെ ഒരു സിവിൽ കോഡ് കൊണ്ടുവന്നിട്ടില്ലല്ലോ. അങ്ങനെ ഒരു സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണഘടനയിലുള്ള നിങ്ങൾ പറയുന്ന ആർട്ടിക്കിൾ 25 ആണെങ്കിലും 26 ആണെങ്കിലും 29 ആണെങ്കിലും 44ന്റെ അടിസ്ഥാനത്തിൽ ഇതിനെല്ലാം വിശകലനം ചെയ്തുകൊണ്ടാണെങ്കിലും ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് രാജ്യത്ത് ഒന്നായി വരുമ്പോൾ അങ്ങനെ വരട്ടെന്നേ. ഗോവയിലുണ്ടാകാം, ജാർഖണ്ഡിൽ പാടില്ല, കേരളത്തിൽ പാടില്ല, യൂണിഫോം സിവിൽ കോഡല്ല. ഉത്തരാഖണ്ഡിലേതും യൂണിഫോം സിവിൽ കോഡല്ല. കാരണം അത് അതത് സംസ്ഥാനങ്ങൾക്ക് മാത്രം ബാധകമായ നിയമമാണ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. തെറ്റിദ്ധരിക്കപ്പെടരുത്. അതുകൊണ്ടാണ് അത് രാജ്യം മുഴുവൻ ബാധകമായ സിവിൽ കോഡല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ മടങ്ങി വരാം. ദീപക് പ്രകാശ്, ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയന് മുഴുവൻ ബാധകമായ ഒരു കോഡിനെ കുറിച്ചാണ് ഭരണഘടന പറയുന്നതെങ്കിൽ ഈ ഉത്തരാഖണ്ഡ് കൊണ്ടുവരുന്ന ഒരു സിവിൽ കോഡിനെ പറയും യൂണിഫോം സിവിൽ കോഡ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാകും? അതിന്റെ സാധുത എന്താണ്? ഇനി ഭാവിയിൽ ഇന്ത്യയിലെങ്ങാനും ഒരു ഏകീകൃത സിവിൽ കോഡ് വരികയാണെന്ന് കരുതുക. അപ്പോൾ ഈ സ്റ്റേറ്റ് നിയമങ്ങളുടെ സാധുത എന്താണ്? ഇതെല്ലാം സെറ്റിൽഡ് ആയിട്ടുള്ള പൊസിഷൻസ് ആണ്. കാരണം ഒരു വിഷയത്തെക്കുറിച്ച് സെൻട്രൽ നിയമവും അതുപോലെ സ്റ്റേറ്റ് നിയമവും രണ്ട് വിഭാഗത്തിലാണ് പറയുന്നതെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പാസ്സാക്കിയുള്ള നിയമമാണ് ഫോളോ ചെയ്യേണ്ടത് എന്ന് അസന്നിഗ്ധമാണ്. അതിൽ യാതൊരു സംശയത്തിന്റെ കാര്യമില്ല. ഇവിടെ ഈ ഒരു സിവിൽ കോഡിന്റെ പ്രോബ്ലം എന്താണെന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് സിവിൽ കോഡാണ്. അതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു വിഷയം, ഒരു ഉത്തരാഖണ്ഡിലെ ഒരാള് അയാൾ ഡൽഹിയിൽ താമസിക്കുകയാണ്. ഡൽഹിയിൽ ഒരു ഡൽഹി സിവിൽ കോഡ് കൊണ്ടുവന്നു. അവിടെ ലിവിംഗ് റിലേഷൻഷിപ്പ് തെറ്റല്ല, അത് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അയാൾക്കെതിരെ ശിക്ഷാ നടപടികളും ഫൈനും അടയ്ക്കാൻ ഉള്ള നിയമത്തിൽ ഇതിൽ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കേരളത്തിലാണ്. അതിലെനിക്കൊരു സംശയമുള്ളത് ഈ ബില്ലിൽ തന്നെ പറയുന്നുണ്ട് ഈ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ അത് ആ ജൂറിസ്ഡിക്ഷനായിരിക്കും പരിഗണിക്കുക എന്ന് ഇതിൽ പറയുന്നുണ്ട്. അല്ല, എനിക്ക് ഒന്നും കൂടി പരിശോധിക്കാം. എനിക്ക് മനസ്സിലായത് അത് ഞാൻ കുറച്ച് മുമ്പാണ് ഞാനത് വായിച്ചത്. അതും കൂടിയാണ് ഒന്നുകൂടി വെരിഫൈ ചെയ്യാം. അതിലേക്ക് പോലും ഞാൻ വെരിഫൈ ചെയ്യാം. അത് വളരെ വ്യക്തമായി തന്നെ അത് പറയുന്നുണ്ട്. ഇതിൽ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. ഒരു കാരണവശാലും സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമമായിരിക്കും പ്രാബല്യത്തിൽ വരിക. ഈ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവരുന്ന നിയമം നമ്മളുടെ ഭരണഘടന അനുശാസിക്കുന്നതാണ്. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്നുള്ളത് ആരും അതിന് എതിർക്കപ്പെടുന്ന കാര്യമല്ല. പക്ഷേ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികളും ഒരേ സ്വരത്തിൽ പറയുന്ന കാര്യം ഇതാണ്: യൂണിഫോം സിവിൽ കോഡ് വേണ്ട. പക്ഷേ അത് എന്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരണം? വളരെ വ്യക്തവും സുദീർഘവുമായിട്ടുള്ള ഇൻഡെപ്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, ഡിസ്കഷൻസിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് വേണം അത് കൊണ്ടുവരേണ്ടത്. അതിൽ യൂണിഫോം ആകണം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. യൂണിഫോം എന്നാൽ അത് എല്ലാവർക്കും ഒരുപോലെ ബാധകമാവുന്നതാണ്. അപ്പോൾ ഒരു വിഭാഗത്തെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കോഡ് കൊണ്ടുവന്നാൽ അതിന് യൂണിഫോം എന്ന വാക്കിന്റെ ഡെഫിനിഷൻ മാറ്റേണ്ടി വരും. അതുകൊണ്ട് തന്നെ ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ ഉത്തരം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇത് സെൻട്രൽ ഗവൺമെന്റ് ഏതെങ്കിലും കാലത്ത് ഒരു സിവിൽ കോഡ് കൊണ്ടുവന്നാൽ ഇതിന് യാതൊരു പ്രാധാന്യവും ഉണ്ടാവില്ല. അതിൽ പറയുന്ന കാര്യങ്ങൾക്കായിരിക്കും, അതിലെ സെക്ഷൻസ് ആയിരിക്കും നിലനിൽക്കുക എന്നുള്ളതാണ് ഒരു സംശയവുമില്ല. സാധാരണ നിയമനിർമ്മാണം നടത്തുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഇതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ സെൻട്രൽ ലോ പാസ്സാക്കുകയും അതിനാനുപാതികമായി റൂളുകളും മറ്റുള്ള കാര്യങ്ങളും സ്റ്റേറ്റുകൾ പാസ്സാക്കുകയാണ് ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഭരണഘടന വ്യക്തമായി അനുശാസിച്ചിട്ടുള്ള, ലാൽകുമാർ അത് വ്യക്തമായിട്ട് പറഞ്ഞു, വ്യക്തമായി അനുശാസിച്ചിട്ടുള്ള ഒരു കാര്യം ഒരു പ്രത്യേക എന്തോ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. ഒരു പ്രത്യേക സ്റ്റേറ്റ് കൊണ്ടുവരുന്നു. ഇനി ഇതുപോലുള്ള മറ്റ് സ്റ്റേറ്റുകൾ കൊണ്ടുവരുമ്പോൾ ഒരുപാട് യൂണിഫോം അല്ലാത്ത സിവിൽ കോഡുകളുടെ ഒരു സമുച്ചയമായിരിക്കും, ഒരു പ്രളയമായിരിക്കും നമ്മുടെ നാട്ടിലുണ്ടാവുക. എല്ലാ സ്റ്റേറ്റിലും ഓരോ സിവിൽ കോഡ്. അപ്പൊ അതെങ്ങനെയാണ് യൂണിഫോം ആവുക? യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരേണ്ടതും നടപ്പിലാക്കേണ്ടതും വ്യക്തമായും തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആണ്. വ്യക്തമായ ചർച്ചയുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ
വ്യക്തമായി പഠിച്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവരുന്നത്. ഓരോരോ സ്റ്റേറ്റുകൾ അവരുടേതായിട്ടുള്ള യൂണിഫോം അല്ലാത്ത ഏതെങ്കിലും കോഡ് കൊണ്ടുവരുന്നത് നമ്മുടെ നിയമത്തിനോ നിയമവ്യവസ്ഥയ്ക്കോ ഇവിടെ നിൽക്കുന്ന ആളുകൾക്കോ ഗുണകരമാവില്ല എന്നാണ് ഒരു അഭിഭാഷകൻ നൽകിയ എന്റെ അഭിപ്രായം. ശരി, ശ്രീ അബ്ദുറഹ്മാൻ ഡത്താണി, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവാഹമാണല്ലോ. വിവാഹത്തിൽ ഈ പ്രൊഹിബിറ്റഡ് ഡിഗ്രി പറയുന്നിടത്ത്, അല്ലെങ്കിൽ പ്രൊഹിബിറ്റഡ് മാരേജ് എന്ന് പറയുന്നിടത്ത് ആരൊക്കെ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് കൃത്യമായി അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉത്തരാഖണ്ഡ് കൊണ്ടുവന്ന ഈ ബില്ല് പരിശോധിക്കുമ്പോൾ ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒട്ടുമിക്കവർക്കും സ്വീകാര്യമല്ലാത്ത ഒന്നാണ്. കാരണം കസിൻസിനിടയിൽ വിവാഹം നടക്കുന്നത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. കേരളത്തിലും അത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉത്തരാഖണ്ഡിന് മാത്രം, ഒരുപക്ഷെ ഉത്തരാഖണ്ഡിന് മാത്രം സ്വീകാര്യമാവുന്ന ഒന്നാകാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ ഉദാഹരണം പറഞ്ഞു, ലക്ഷദ്വീപിനെ മാറ്റി നിർത്തിയിട്ട് ഈ യൂണിഫോം സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാവുമോ എന്നുള്ള ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഗോൾവാർക്കർ തന്നെ യൂണിഫോം സിവിൽ കോഡിനെ എതിർത്തിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ന്യായം പറയുന്നുണ്ട്. ഉത്തരാഖണ്ഡ് ഇപ്പോൾ ഈ നിയമം കൊണ്ടുവരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രചാരണപരമായ ഒരു തന്ത്രം മാത്രമാണോ? അത് അവിടെ പോലും നടപ്പാവില്ലേ? ജിംസെ, അങ്ങുന്നയിച്ച ചില സംശയങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വന്നതാണ്. ഡിബേറ്റ് വായിച്ചാലറിയാം. പക്ഷേ ബംഗാളിൽ നിന്നുള്ള നസീമുദ്ദീൻ അഹമ്മദ് ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിച്ച, നിങ്ങൾ ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ പോകുന്നുവെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കോഡ് ഏതാകും? അത് ഈ രാജ്യത്തിലെ ഭൂരിപക്ഷ കോഡാകുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ വരെ അന്ന് ഉയർന്നു വന്നു. ആ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോഴാണ് ഡോക്ടർ അംബേദ്കർ ഇത് മാർഗനിർദ്ദേശക തത്വം എന്ന രീതിയിലേക്ക് മാറ്റാനിടയായ കാരണങ്ങൾ എന്നാണ് പറയുന്നത്. എന്ന് മാത്രവുമല്ല, ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായിട്ടൊന്നും ഞങ്ങൾ ആരും പറയുന്നില്ല. അതേ സമയത്ത് നേരത്തെ ഞാനിവിടെ സൂചിപ്പിച്ച ഏകദേശം 700-ലധികം എത്തിക്സ് ഗ്രൂപ്പുകളുണ്ട് എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തിന്റെ ജനസംഖ്യയുടെ വലിയൊരു ശതമാനമാണ്. ആ ഗ്രൂപ്പുകൾ എത്രയുണ്ട് എന്ന് നോക്കിയാൽ അറിയാം. അങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഏകദേശം 38% വരും. ഒരു രാജ്യത്തിന്റെ ഏറെക്കുറെ മൈനോറിറ്റി കൂടി കൂടുമ്പോൾ ഏകദേശം പകുതിയോളം വരുന്ന ആളുകൾ, അപ്പോൾ ഇവരുദ്ദേശിക്കുന്ന സിവിൽ കോഡിന്റെ പരിധി ഏതാകും? ഏത് രീതിയിലാണ് ഇവരിത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രമല്ല, വിവാഹം, സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചില മതങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒരുപാട് മതങ്ങൾക്ക്, ഇപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിവാഹവും അവരുടെ സ്വത്തവകാശവും ഒക്കെ എന്ന് പറയുന്നത് അവരുടെ മതവിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ്. അങ്ങനെ ആ മതവിശ്വാസത്തിന്റെ ഭാഗമാകുന്നതിന് കൃത്യമായ ചില നിയമങ്ങളും അതുപോലെ തന്നെ അതിന് കാരണമായി ഭവിക്കുന്നത് എന്ത് എന്നൊക്കെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടാൽ ബോധ്യമാകും. അപ്പം നമ്മൾ ഇത്തരം മതവിഭാഗങ്ങളുടെയൊക്കെ അവകാശങ്ങൾ ഹരിക്കുന്നതായി അത് മാറില്ലേ? അവരുടെ വിവാഹമോചനമാകട്ടെ, അല്ലെങ്കിൽ അവരുടെ യുദ്ധയാകട്ടെ, അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട തലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകട്ടെ, ഇതൊക്കെ ഓരോ മതങ്ങൾക്കും ആ മതങ്ങളുടേതായ നിയമങ്ങളുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചാണല്ലോ അവർ ജീവിക്കുന്നത്. അവരുടെ സ്വത്തവകാശത്തിന്റെ കാര്യത്തിൽ ആ നിയമങ്ങളുണ്ട്. രാജ്യത്തിലെ ക്രിമിനൽ ലോ ഒരിക്കലും തന്നെ ആരും ഞങ്ങൾക്കതിൽ കൈകടത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരു മനുഷ്യന്റെ സിവിൽ നിയമങ്ങളനുസരിച്ച് ജീവിക്കാനുള്ളവന്റെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ പാടില്ലല്ലോ. അവർ ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്ത്, എല്ലാവരും സൗഹൃദപരമായി ജീവിക്കുന്ന ഒരു രാജ്യത്ത്, രാജ്യത്തിന്റെ എല്ലാ നിയമ കമ്മീഷൻ പോലും ഇത് അനിവാര്യമല്ല, അഭികാമ്യമല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം പിന്നീട് ഒരു സ്റ്റേറ്റിലൂടെ ഈ ഇലക്ഷന് തൊട്ടുമുമ്പായി അടിച്ചേൽപ്പിച്ച് ജനങ്ങൾക്കിടയിൽ അത് ചർച്ച ചെയ്ത് അവസാനം അതിലൂടെ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ കുൽസിതമായ ശ്രമങ്ങളൊക്കെ അത്രമാത്രം ഈ രാജ്യത്തിന് ഗുണകരമാകുമെന്ന് കരുതുന്നുണ്ടോ? ഇത് അതിന് വ്യക്തമായ പഠനങ്ങൾ നടക്കട്ടെ. ആ പഠനം നടന്നതിന് ശേഷം മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. ആ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള കൃത്യമായി കാര്യങ്ങൾ പറയാൻ നമുക്ക് കഴിയും. ശരി, നമുക്ക് ഈ രാജ്യത്തെ എത്ര വർഷങ്ങളായി രാജ്യത്ത് ഈ സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആ ചർച്ചകൾ ഉണ്ടായപ്പോഴൊക്കെ ഇത് പല ഘട്ടങ്ങളിലായി രാജ്യത്തെ നിയമവിദഗ്ധന്മാർ വരെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അത് വീണ്ടും ഇപ്പോൾ ചർച്ചക്കെടുക്കുന്നത് സദ്ദേശപരമല്ല എന്ന് വളരെ വ്യക്തമാണ്. എന്ന് മാത്രമല്ല, ആ സഭയിൽ തന്നെ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് ആ സമയത്ത് സഭയിലുണ്ടായിരുന്ന ആകെ അംഗങ്ങളിൽ കേവലം 47 പേരുടെ പിന്തുണയാണ്. 70 അംഗങ്ങളിൽ 47 പേരുടെ പിന്തുണയോടുകൂടിയാണ് അത് പാസ്സാക്കുന്നത്. അപ്പോൾ അവിടെ പ്രതിപക്ഷങ്ങൾ ഉന്നയിച്ചൊരു കാര്യമുണ്ട്. ഏക സിവിൽ കോഡ് എന്ന ആശയം നടപ്പാക്കണമെന്നാണ് പറയുന്നതെങ്കിൽ അതിനുള്ളൊരു മെറിറ്റ് ഉണ്ടെങ്കിൽ ആ മെറിറ്റ് ചർച്ച ചെയ്യപ്പെടണം.
സഭയിലെ പ്രതിപക്ഷങ്ങൾക്ക് പോലും ചർച്ച ചെയ്ത അഭിപ്രായങ്ങൾ പറയാൻ പോലും ഇടം കൊടുക്കാത്ത വിധം അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ഇതുപോലുള്ളൊരു വിഷയം കൈകാര്യം ചെയ്ത് ഇതാ ഞങ്ങൾ ആദ്യം ഇത് നടപ്പാക്കിയ രാജ്യത്തെ സംസ്ഥാനമാണ് എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നത് സതുദ്ദേശപരമല്ല എന്ന് ഏതൊരാൾക്കും അറിയാം. ഈ രാജ്യത്തെ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഏതൊരാൾക്കും അറിയാം ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കൃത്യമായിട്ടുള്ള ഇലക്ഷൻ ഗിമ്മിക്കാണ്. ശരി, ശ്രീ ലാൽകുമാർ, അതാണ് ഒരു കാര്യം. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കോഡിൻ്റെ ബേസ് എന്താണ്, ഈ കോഡിൻ്റെ സ്ട്രക്ചർ, ഇതിൻ്റെ സ്കെൽറ്റൻ എവിടെ നിന്നാണ് ഇവർ കൺസീവ് ചെയ്യുന്നതാണ്. ഒന്ന്, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് ഒരു സെക്യുലർ കോഡാണ്. ഈ സെക്യുലർ കോഡ് പാസ്സാകുമ്പോഴും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് അതിനെ സ്വീകരിക്കുന്നത് ഈ ലെജിസ്ലേറ്റേഴ്സ്. അതിൻ്റെ മറ്റൊരു വൈരുദ്ധ്യം. മറ്റൊന്ന്, ഇത് സെക്യുലർ ആണെങ്കിൽ ഇതെങ്ങനെ സെക്യുലർ ആണ് എന്ന് തിരിച്ചറിയാൻ പറ്റും? അത് ഇനി വരാൻ പോകുന്ന ഒരു പ്രൊപ്പോസ്ഡ് യൂണിഫോം സിവിൽ കോഡിനും ബാധകമല്ലേ? അജിംസേ, ആ ചോദ്യത്തിന് വളരെ ലളിതമായ ഉത്തരവുണ്ട്. നോക്കൂ, BJP ഭരിക്കുന്ന ഒരു നാട്, അല്ലെങ്കിൽ RSS സംഘപരിവാർ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു നാട്, അങ്ങനെ നിൽക്കുന്ന ഈ പറയുന്ന ഓർഗനൈസേഷൻ്റെ ഒക്കെ ലക്ഷ്യം എന്താണ്? ആ ഓർഗനൈസേഷൻ്റെ ഒക്കെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഈ ടെറിട്ടറി ഓഫ് ഇന്ത്യയെ യഥാർത്ഥത്തിൽ ഹിന്ദു ടെറിട്ടറി ആക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ പ്ലൂറാലിറ്റിയെ ഇല്ലാതാക്കി ഹിന്ദു എന്ന് പറയുന്ന അടിസ്ഥാനത്തിലേക്ക് മാത്രം ചുരുക്കുക എന്ന ഒരു ബേസിക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ വിശ്വസിച്ചുകൊണ്ട് ഭരിക്കുന്ന ഒരു സർക്കാർ നിങ്ങൾ ഇതിനകത്ത് പ്ലൂറാലിറ്റി കൊണ്ടുവരുമെന്നും സെക്യുലർ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ കൊണ്ടുവരുമെന്ന് എങ്ങനെ പറ്റുന്നത് ചിന്തിക്കാൻ പറ്റുക? നോക്കൂ, BJPയും സെക്യുലറും എന്ന് പറയുന്ന രണ്ട് വാക്കും കൂടെ ഒരുമിച്ച് പോകാൻ പറ്റില്ല ഈ നാട്ടിൽ. അതിപ്പോ എത്ര മണിക്കൂർ ചർച്ച ചെയ്താലും പോകാൻ പറ്റില്ല. BJP എന്നുള്ള വാക്കോ RSS എന്ന വാക്കോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മതനിരപേക്ഷം എന്ന വാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിന് വേറെ വല്ലോ ഇതുവരെയും. കാര്യം അവരുടെ അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾ അത് ഹിന്ദു രാഷ്ട്രമാണ്. പിന്നെ ഇപ്പം നമ്മളെ പോളിഷ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഹിന്ദു എന്ന് പറയുന്നത് മതമല്ല സംസ്കാരമാണെന്നൊക്കെ പറഞ്ഞ് വേറെ കുറെ നമ്പറുകൾ ഇറക്കും. അത് നമ്മൾ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. നോക്കി, ഞാൻ തിരിച്ച് ഇവിടെ ചർച്ച ചെയ്തൊരു വിഷയത്തിലേക്ക് ഒന്നുകൂടെ പോവാണ്. അതിനകത്ത് എനിക്ക് ഒന്നൊരു ഇച്ചിരി കയറണമെന്ന് എനിക്ക് തോന്നി. ആർട്ടിക്കിൾ 13 സബ് ക്ലോസ് 3 ലോ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ലോ ഇൻക്ലൂഡ്സ് എനി ഓർഡിനൻസ്, ഓർഡർ, bylaw, rule, regulation, notification, custom or usage. കസ്റ്റം, ആ വാക്കിലേക്കാണ് ഞാൻ വരാൻ ശ്രമിച്ചത്. ലോയെ കസ്റ്റമുമാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പല കസ്റ്റമറി പ്രാക്ടീസും ലോയാണ്. അത് നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് വളരെ വൃത്തിയായിട്ടുള്ള ഒരു ഉദാഹരണമുണ്ട്. ഇപ്പൊ മലയാളി മാമന് വണക്കം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് നമ്മുടെ നാട്ടിൽ. ജയറാമിന്റെ ഒരു സിനിമയാണ്. ജയറാം തമിഴ്നാട്ടിൽ പോകുമ്പം അയാളുടെ പുറകെ അല്ലെങ്കിൽ അയാളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീയെ ഒരു കാരണവശാലും കേരളത്തിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല, പക്ഷെ തമിഴ്നാട്ടിൽ കല്യാണം കഴിക്കാൻ പറ്റും. ഇത് ഈ പൊസിഷൻ, ഈ പോയിന്റിൽ കൾച്ചറലി അക്സെപ്റ്റഡ് ആണ്. കാര്യം അത് കസ്റ്റമറി പ്രാക്ടീസിന്റെ ഭാഗമാണ്. അത് അവിടെ പ്രൊഹിബിറ്റഡ് അല്ല, പക്ഷെ ഇവിടെ നമ്മൾ കൾച്ചറലി നമ്മളത് പ്രൊഹിബിറ്റഡ് ആണ്. ഈ പറയുന്ന കസ്റ്റമിനെ എല്ലാം കൂടി ഒന്നാക്കി മാറ്റി. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നാക്കി മാറ്റാൻ ഒരു മാർഗം ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഇപ്പൊ സുപ്രീം കോടതി നമ്മളോട് പറഞ്ഞതിനെ കുറിച്ചാണ് കൃഷ്ണദാസേട്ടൻ പറഞ്ഞത്, അല്ലെങ്കിൽ മറ്റ് ആൾക്കാർ പറഞ്ഞു യൂണിഫോം സിവിൽ കോഡ് വേണം. യൂണിഫോം എന്ന് പറഞ്ഞാൽ ഈ പ്ലൂറാലിറ്റി എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടൊരു കാര്യം കൊണ്ടുവരിക എന്നുള്ളതല്ല, ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യം കൊണ്ടുവരിക എന്നുള്ളതല്ല, അവരുടെ കൾച്ചർ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതല്ല ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന കസ്റ്റമറി പ്രാക്ടീസുകൾക്കൊന്നും സ്പേസ് ഉണ്ടോ ഇല്ലയോ, നമുക്ക് ആംബിഗ്വിറ്റി അവിടെ നിലനിൽക്കുന്നു. ഇപ്പൊ അജിംസ് പറഞ്ഞ പോലെ പ്രൊഹിബിറ്റഡ് ഡിഗ്രി ഓഫ് മാരേജിനെ കുറിച്ച് ആ യൂണിഫോം സിവിൽ കോഡിനകത്ത് കയറ്റിയിരിക്കുന്ന ഹിന്ദു കോഡിന്റെ ക്ലോസ് ആണെങ്കിൽ ആ പ്രൊഹിബിറ്റഡ് എന്ന് പറയുന്നത് യൂണിഫോംലി പ്രൊഹിബിറ്റഡ് ആകത്തില്ല. ആ പ്രൊഹിബിഷൻ ഒരിക്കലും യൂണിഫോമായിട്ട് നിങ്ങൾക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ പറ്റുക? നിങ്ങൾക്ക് പ്രൊഹിബിഷൻ ഉണ്ടാകുന്ന ഇസ്ലാമിക് ലോയ്ക്ക്, ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന കസ്റ്റമിലും ക്രിസ്ത്യാനി പ്രാക്ടീസ് ചെയ്യുന്ന കസ്റ്റമിലും ഹിന്ദു പ്രാക്ടീസ് ചെയ്യുന്നതിനകത്തും പ്രൊഹിബിഷന് വ്യത്യാസം ഉണ്ടാകാം. ആ പ്രൊഹിബിഷൻ നിങ്ങൾക്ക് യൂണിഫോമായിട്ട് പ്രാക്ടീസ് ചെയ്തോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തമ്മിത്തല്ലും ബഹളം നടക്കും. അപ്പം ഇത് ചർച്ച ചെയ്ത്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ചർച്ച ചെയ്ത് ജനങ്ങളിലേക്ക് ചെന്ന് അവരെ ബോധ്യപ്പെടുത്തി ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇവർ യൂണിലാറ്ററൽ അല്ല ഈ ചർച്ച. കാരണം നിങ്ങളൊരു കോഡ് കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ കോഡ് അവരുടെ കസ്റ്റമറി പ്രാക്ടീസിനെ ബാധിക്കുന്നതാണെങ്കിൽ, അവരുടെ കൾച്ചറിനെ ബാധിക്കുന്നതാണെങ്കിൽ അവരിൽ നിന്ന് എടുത്ത് ആ കസ്റ്റമറി പ്രാക്ടീസ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകത്തക്ക രീതിയിലുള്ള സാഹചര്യം ഉണ്ടാക്കണ്ടേ? ആ സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ ഈ ലെജിസ്ലേഷനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യണ്ടേ?
അപ്പൊ ആ ഇൻകോർപ്പറേറ്റ് ചെയ്ത യൂണി ഡയറക്ഷനായിട്ട് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് നിന്ന് ഒരു ബില്ല് പാസ്സാക്കി ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് വിളിച്ച് രാമ രാമ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോവാ. ഇതല്ല യൂണിഫോം സിവിൽ കോഡ്. അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. അത് വേറെ എവിടെയെങ്കിലും ഒരു നാട്ടില് ഈ പറയുന്ന സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ ഇത് ചെയ്യുമ്പോൾ ഇത് ചോദ്യം ചെയ്യാൻ ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്തു. ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല ഈ ഒരു കാര്യം. യൂണിഫോം സിവിൽ കോഡ് ആർട്ടിക്കിൾ 44 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൊണ്ടോടാ വിഴുങ്ങാനൊന്നും ഇവിടെ ആൾക്കാർ ഇരിക്കില്ല. ഇത് ചോദ്യം ചെയ്യപ്പെടും. അത് ചോദ്യം ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് നമുക്കുണ്ട്. നമ്മൾ അതിനകത്ത് ഭയന്നിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി. ഏതായാലും അവസാന നിയമ കമ്മീഷന് പോലും മനസ്സിലാകാത്ത, ബോധ്യപ്പെടാത്ത ഒരു കാര്യം, ഒരു നിയമസഭയിൽ, ഉത്തരാഖണ്ഡ് പോലൊരു സംസ്ഥാനത്തെ നിയമസഭയിൽ ഒരു തരത്തിലുള്ള കൺസൾട്ടേഷനും ഇല്ലാതെ ഒരു ബില്ലായി അവതരിപ്പിച്ചു എന്നുള്ളത് അതിൻ്റെ പ്രചാരണപരമായ മൂല്യം മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ. അത്ര ഗൗരവതരമായ ഒരു ചർച്ച അതിന് അർഹിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ നന്ദി ശ്രീ കൃഷ്ണദാസ്, ശ്രീ ലാൽകുമാർ, ശ്രീ അബ്ദുറഹ്മാൻ എടത്താണി, ശ്രീ ദീപക് പ്രകാശ്. ഇത്രയും സംസാരിച്ചതിന് ഇടവേള.